നമസ്കാരം, ഗ്ലോബൽ മെലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK പുതിയ സാഹചര്യങ്ങളനുസരിച്ച് 2023 സെപ്റ്റംബർ മാസങ്ങളിലും അതേപോലെ തന്നെ വരുന്ന 2024 ജനുവരി തുടർന്നുള്ള ഇൻടേക്കുകളിലും UK സ്റ്റുഡൻ്റായിട്ട് വരുന്നത് വർത്താണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പണ്ടും UK വരുന്നത് വർത്താണോ അല്ലെങ്കിൽ UK വേഴ്സസ് കാനഡ എന്നുള്ള പറഞ്ഞ വീഡിയോസ് ഞാൻ ഇടുകയും ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒരുപാട് ആളുകൾ കാണുകയിടയുണ്ടായി. അപ്പോൾ പുതിയ സാഹചര്യങ്ങൾ, അത് പുതിയ റൂൾ ചേഞ്ചസ് ഉണ്ടായ സാഹചര്യത്തിൽ UK എങ്ങനെ വരുന്നത് വർത്താണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് വിശകലനം ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ കുഞ്ഞൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ്ങുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. UK വരുന്നത് വർത്താണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ റൂൾ ചേഞ്ചസ് ആണ് UK പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. പല സ്ഥലങ്ങളിലും, അതായത് പല യൂട്യൂബ് വീഡിയോസിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പല സമയങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ കറൻ്റ് പ്രിവെയിലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം പല പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ട്, പലത് റൂളുകളായിട്ട് വന്നിട്ടുണ്ട്. സോ 2023-24 കാലഘട്ടങ്ങളിൽ വരുന്ന സ്റ്റുഡൻസിനെ ബാധിക്കുന്ന നിയമങ്ങൾ, നിലവിൽ വന്നിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപ്പം വരുന്നത് വർത്താണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യും. അപ്പോൾ 2024 ജനുവരി മുതൽ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് PhD പഠിക്കുന്ന കോഴ്സുകൾക്കാണെങ്കിൽ കൊണ്ടുവരാം, അല്ലാതെ നോർമൽ ഇപ്പോൾ വരുന്ന മാസ്റ്റേഴ്സ് കോഴ്സുകൾക്കാണെങ്കിലും ബാച്ചിലേഴ്സ് കോഴ്സുകളാണെങ്കിലും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കത്തില്ലെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് 2024 മുതൽ സ്റ്റേ ബാക്ക് ഇല്ല, അങ്ങനെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിപ്പെൻഡൻസിനെ 2021 ജനുവരി മുതൽ സ്റ്റുഡൻസിന്, അതായത് മാസ്റ്റേഴ്സ് വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള റൂൾ ചേഞ്ച് ആണുള്ളത്. സ്റ്റേ ബാക്ക് പണ്ടും ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ല. PSW പണ്ടത്തെ പോലെ തന്നെ ഇപ്പം വരുന്ന സ്റ്റുഡൻസിനും ഇനി വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനും സ്റ്റേ ബാക്ക് സെയിം ആണ്. 2 വർഷം കോഴ്സ് ഇവിടെ 1 വർഷത്തെ ആണെങ്കിൽ 2 വർഷത്തെ ആണെങ്കിലും അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സാവുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി പാസ്സാവുന്ന വിദ്യാർത്ഥിക്ക് ഒരു 2 ഇയർ സ്റ്റേ ബാക്ക് ഇപ്പോഴും ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പല ആളുകളും പ്രധാനമായിട്ട് കൺസേൺസ് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റൂൾ ചേഞ്ച് ആയില്ലേ, ഇനി നിങ്ങൾ റൂൾ ചേഞ്ച് ആവാൻ സാധ്യതയില്ലേ, അപ്പം നമ്മൾ വരുന്നത് വർത്താണോ, അതായത് ഇവിടെ വന്നതിന് ശേഷം റൂൾ ചേഞ്ച് ആയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ട് വരുന്നതല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ പ്രത്യേകം ഈ വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസയുടെ ചേഞ്ച് തന്നെ ഒരു മേജർ എക്സാമ്പിളാണ്. അതായത് വരുന്ന ജനുവരി മുതൽ വരുന്ന സ്റ്റുഡൻസിന്, അതായത് ഈ കമ്മിങ് 2024 ജനുവരി മുതൽ UK വരുന്ന സ്റ്റുഡൻസിന് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ കറൻ്റ്ലി ഇതുവരെ വന്നവർക്കും ഇനി വരാതിരിക്കുന്ന സെപ്റ്റംബറിൽ വരുന്നവർക്കും ഈ റൂള് ബാധകമല്ല. അപ്പോൾ ഇനി ഒരു സ്റ്റേ ബാക്കിനൊരു ചേഞ്ച് ഉണ്ടായാൽ പോലും ഇനി വരുന്ന സ്റ്റുഡൻസിന് അല്ലെ ഇന്ന വർഷം അല്ലെ ഇന്ന ഇൻടേക്ക് മുതൽ അല്ലെങ്കിൽ ഇന്ന ദിവസം മുതൽ UK പ്രവേശിച്ച ആളുകൾക്ക് സ്റ്റേ ബാക്ക് ഇല്ല എന്നുള്ള റൂളെ തീർച്ചയായിട്ടും വരുത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ റൂളുള്ള സമയത്ത് UK വരുന്നവരുടെ അവകാശങ്ങൾ UK ഗവൺമെൻറ് നിഷേധിക്കാറില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്റ്റേ ബാക്ക് ഇല്ല എന്നുള്ള വാദം വസ്തുനിഷ്ഠമല്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. UK വരുന്നത് വർത്താണെന്ന് ചോദിക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് UK വരുന്നതെന്നാണ് തിരിച്ചൊരു ചോദ്യം. അതായത് പ്രധാനപ്പെട്ട ഒരു UK അപ്ഡേറ്റ് നോക്കാനാണെങ്കിൽ ഇനി മുതൽ UK വിസ സ്വിച്ച് ചെയ്യുന്നത് ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് സ്റ്റുഡൻറ്റ് വിസ വന്നിരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം, അതായത് അവരുടെ സ്റ്റുഡൻറ്റ് വിസ കഴിയുന്നത് വരെ അവർക്ക് വിസ സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം UK വന്ന ഉടനെ തന്നെ കെയർ വിസയിലേക്ക് മാറാം എന്ന് പറഞ്ഞുള്ള പരസ്യങ്ങൾ കണ്ട് UK വരാൻ മോഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടിയായിരിക്കും. അപ്പം ശരിക്കും UK പഠിക്കാൻ വരുന്ന ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും UK വരാൻ പറ്റുന്ന വളരെ പോസിറ്റീവായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് UK വരുന്നത് ശരിക്കും വെർത്താണോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലിരിക്കെ തന്നെയാണ് നമ്മൾ UK വരുന്നത് വെർത്താണോ എന്ന് നമ്മൾ പറയേണ്ടത്. സോ ആ കാര്യം വിവരിക്കുന്നതിന് മുമ്പ് വളരെ ചെറിയ ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് UK വരുന്നൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും UK വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ആംബർ സ്റ്റുഡൻറ്റ് എന്നാണ് പേര്. പണ്ടും എൻ്റെ വീഡിയോസിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്ലാറ്റ്ഫോം ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അക്കോമഡേഷൻസ് ഒരുപാട് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത്, അതായത് UK അങ്ങോളം ഇങ്ങോളമുള്ള ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളുടെ അടുത്ത് അവർക്ക് അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹസിൽ ഫ്രീ ആയിട്ട് നാട്ടിൽ നിന്ന് തന്നെ അക്കോമഡേഷൻ ബുക്ക് ചെയ്ത് UK വരാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. അപ്പം ട്രസ്റ്റ് വർത്തിയായിട്ട്, അതായത് ചുമ്മാ ആളെ കാണാതെ കാശ് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് വീടില്ല എന്ന് പറയുന്ന ആളുകളെ പോലെയല്ല, തീർച്ചയായിട്ടും വിശ്വസിച്ച് നിങ്ങൾക്ക് കാശ് കൊടുത്തിട്ട് ധൈര്യത്തോടെ UK കടന്നു തരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് UK അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ
ഉണ്ടെങ്കിലും അവരിലേക്ക് ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ യു കെയിലേക്ക് വരുന്നത് ഈ പറയപ്പെട്ട ചേഞ്ചസ് മൂലം ഉണ്ടായ 3 പ്രധാനപ്പെട്ട ചേഞ്ചസ് ഞാൻ പറഞ്ഞു. അതുമൂലം യു കെയിലേക്ക് വരുന്നത് വെർത്താണോ അല്ലയോ എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം. അല്ല, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യു കെയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴും നല്ല വെർത്ത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ യു കെയിൽ വന്ന് 2-3 വർഷം കഴിഞ്ഞ ആളുകളുടെ സ്റ്റുഡൻസായിട്ട് വന്നും അല്ലാതെ ജോലി കിട്ടി വന്നുമുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് വന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെയാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ യു കെയിലേക്ക് വന്ന ഒരുപാട് ആളുകൾക്ക് അവർ പഠിച്ച ഫീൽഡിൽ തന്നെയുള്ള ജോലികൾ കിട്ടിത്തുടങ്ങിയെന്നല്ല പറയേണ്ടത്. ഒരുപാട് ആളുകൾ, ഇപ്പോൾ എൻ്റെ ബാച്ചിൽ പഠിച്ച ഒരുവിധപ്പെട്ട മെജോറിറ്റി ആളുകൾക്കും അവർ പഠിച്ച ഫീൽഡിൽ തന്നെയുള്ള ജോലി ലഭിച്ചു. അപ്പം മില്യൺസ് ഓഫ് ജോലികളാണ് ബ്രെക്സിറ്റ് കഴിഞ്ഞതിന് ശേഷം യു കെയിൽ വേക്കൻസി ഉള്ളത്. പക്ഷേ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പല ആളുകൾക്കും അറിയാത്തത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാം, അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട വീഡിയോ ആണ് താമസം എടുക്കുന്നത്. അപ്പം അങ്ങനെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കി നല്ല രീതിയിൽ യു കെ വന്ന് പഠിച്ച് പാസ് ഔട്ട് ആവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വൻ അവസരങ്ങളാണ് മുന്നിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് യു കെയിലേക്ക് വരാം. ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും എളുപ്പത്തിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് യു കെ. അപ്പം ബാക്കി ഏത് രാജ്യം, കാനഡ ആവട്ടെ, ജർമ്മനി ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, ന്യൂസിലൻഡ് ആവട്ടെ, മറ്റേത് രാജ്യങ്ങളിലും ഉള്ള ഇമിഗ്രേഷൻ പ്രോസസ്സിനെക്കാട്ടിലും വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പ്രോസസ്സുകളെല്ലാം കറക്റ്റാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം കറക്റ്റാണെങ്കിൽ വെറും ഈസി ആയിട്ട് നിങ്ങൾക്ക് വിസ ലഭിക്കാൻ പറ്റുന്ന ഇമിഗ്രേഷൻ പ്രോസസ്സാണ് യു കെയിലുള്ളത്. അതുമാത്രമല്ല യു കെ പോലുള്ള ഹയസ്റ്റ് എക്കണോമിയിൽ നമ്മൾ വന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഒരു പൗണ്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഇപ്പോൾ 107 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യു കെ വന്ന് ജോലി ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു ഈവൻ പാർട്ട് ടൈം ജോലി ചെയ്യുമ്പോൾ പോലും നമുക്ക് കിട്ടുന്ന കാശെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ ഡിപ്പെൻഡൻസ് ഇല്ലാതെ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും, 2024 മുതലുള്ളവർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഡിപ്പെൻഡൻ്റ് ഇല്ലാതെ ഞാൻ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സ് പഠിക്കാൻ ഞാൻ സിംഗിളായിട്ട് വന്നതാണ്. അന്ന് ഞാൻ ലക്ഷ്യം വെച്ചിരുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് എൻ്റെ PSW. എൻ്റെ 2 വർഷം PSW ഉണ്ട്. ഞാൻ എടുത്തിട്ട് വന്ന എൻ്റെ ലോൺ എനിക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പ്, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉറപ്പ്. അതേപോലെ തന്നെ കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ 2 വിശ്വാസത്തിൻ്റെ പുറത്താണ് കയറി വന്നത്. എന്തായാലും കടമായിട്ട് തിരിച്ചു പോകത്തില്ല എന്നൊരൊറ്റ ഉറപ്പിൻ്റെ പേരിൽ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിട്ട് ഞാൻ യു കെ വന്നുകൊണ്ടാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പേഴ്സണലി പറയുന്നതെന്ന് പറഞ്ഞാൽ, അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി എന്ന് പറയുന്നതിനേക്കാട്ടിലും എനിക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അതൊരു മോട്ടിവേഷനും ആയിരിക്കും. അതുപോലത്തെ പറയാൻ എനിക്കും ഒരു യോഗ്യതയുണ്ട് എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം യു കെയിൽ ഇഷ്ടം പോലെ എൻജിനീയറിംഗ് മേഖലകളിലും അതേപോലെ തന്നെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡുകളിലും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലും അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് പോലുള്ള IT മേഖലകളിലുമൊക്കെ ഒരുപാട് അവസരങ്ങളാണ് യു കെയിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യു കെയിലേക്ക് വരുന്ന വെർത്താണോ എന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വെർത്താണെന്ന് തന്നെ പറയും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് യു കെയിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു വഴി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഗൂഗിൾ ഫോംസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളത് ഫില്ലൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു ദിവസത്തിനകം തന്നെ ഞങ്ങൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ഡൗട്ടുകളെല്ലാം പേഴ്സണലായിട്ട്, അതായത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുമാത്രമല്ല, യു കെയിലേക്ക് വരാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെയും നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ യു കെയിൽ വന്നാലേ രക്ഷപ്പെടത്തുള്ളൂ എന്ന് സ്ഥാപിക്കുകയല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് യു കെയിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ വരുന്ന സെപ്റ്റംബർ ഉണ്ടെങ്കിൽ ഫാമിലിയായിട്ട് വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് ലാസ്റ്റ് ഓപ്ഷനാണ്. സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും പല യൂണിവേഴ്സിറ്റികളിൽ ഇൻടേക്ക് ഓപ്പൺ ആണ് ഇപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് യു കെയിലേക്ക് വരാനുള്ള ലാസ്റ്റ് കോളാണ്. അതിനെക്കുറിച്ചാണെങ്കിലും ഇനി 2024 ഡിപ്പെൻഡൻസ് ഇല്ലാതെ സ്റ്റുഡൻസ് മാത്രമായിട്ട് വരാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 24 ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന സംശയങ്ങളും ക്ലാരിഫിക്കേഷനും എല്ലാം തന്നുകൊണ്ട് നിങ്ങൾക്ക് ഇനി യു കെയിലേക്ക് ഒരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ 24 ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ എടുത്ത് തരാനും നമുക്ക് സാധിക്കും. സോ ഇപ്പോഴും ഞാൻ പറയുന്നു, യു കെയിലേക്ക് വരുന്നത് സ്റ്റിൽ വെർത്താണ്. നമ്മൾ അതിന് സാക്ഷികളാണ്. കാരണം 2.5 വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ യു കെ വന്നിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ്
അപ്സൈഡ് ഡൗൺ ചേഞ്ച് ചെയ്ത് UK വന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് സാധിക്കും. തീർച്ചയായിട്ടും UK അല്ലെങ്കിൽ പുറത്തേക്ക് പോകണമെന്നുള്ള മോഹമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ ഒരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇനി പേഴ്സണലായിട്ട് നിങ്ങൾ പല ആളുകൾക്കും പല സംശയങ്ങളായിരിക്കും. ആ സംശയങ്ങൾക്കെല്ലാം പരിഹാരം പറഞ്ഞു തരാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്യാം. അപ്പം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും കടന്നു വരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളോ ഇനി ഞാൻ ചെയ്യേണ്ട കണ്ടൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പം വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് വളരെ ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് ഉള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി ഒരു വീഡിയോയിലാണ്. വരെ ഗുഡ് ബൈ.